Talk to me, numbers never lie, add it up, that's me. ഹേ ഓൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ റീലാണല്ലേ. അപ്പോൾ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നത്. ഫസ്റ്റ് നമ്മൾ ജെമിനിയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്യണം. പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ ആ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് ഇതേപോലെ എഡിറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജെമിനിയിൽ ഈ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഒരു നോർമലായിട്ട് ഫിൽറ്ററൊന്നും ആഡ് ആക്കാത്തൊരു ഫോട്ടോ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ജെമിനി പ്രോംപ്റ്റ് വെച്ചിട്ട് ആഡ് ആക്കിയിട്ടുള്ള ഫോട്ടോസും കൂടെ ആഡ് ആക്കുക. പിന്നെ ഈ ഒരു ഫോട്ടോസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് സൂം ആക്കിയിട്ട് ആ ഒരു വൃത്തിക്ക് വെക്കുക. അതെല്ലാം മനസ്സിലായിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഈ ഒരു റീലിന് മാച്ച് ആയിട്ടുള്ള ഒരു സോങ്ങിലെ ഇത് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ആക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിന്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി പിന്നെ ഓരോ ഫോട്ടോന്റെയും എൻഡിങ്ങിലായിട്ടും ഫസ്റ്റിലായിട്ടും വരുന്ന ട്രാൻസിഷനില്ലേ, അത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഹീറ്റ് വേവ് ഫ്ലാഷ് എന്നുള്ള ട്രാൻസിഷനാണ്. അത് എല്ലാത്തിലും കൂടെ ആഡ് ആക്കുക. പിന്നെ നമ്മൾ ഈ ഒരു റീല് കണ്ടത് എല്ലാ ഫോട്ടോസും ഷെയ്ക്ക് ആവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എഫക്ട്സിൽ പോവുക. ഈ എഫക്ട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമിക്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഈ കോമിക്സിൽ പോയിട്ട് ഈ ഷെയ്ക്ക് എന്നുള്ള ഒരു എഫക്റ്റ് എടുക്കുക. നമുക്ക് അവിടെ സെർച്ച് ചെയ്താൽ ഷെയ്ക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടൈമും അതുപോലെ തന്നെ ഇൻറ്റൻസും കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്കത് ഒരു നോർമലൈസേലായിട്ടുള്ള ഒരു അളവിൽ വെച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ചിട്ട് ഒരു 15, 16, സ്പീഡ് ഒരു 21, 22 വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു നോർമലായിട്ടുള്ളൊരു ഷെയ്ക്ക് അതിൽ കിട്ടും കേട്ടോ. പിന്നെ ആ ഒരു ഫോട്ടോ തന്നെ വീണ്ടും നമ്മൾ വീഡിയോ എഫക്ട്സിൽ പോയിട്ട് കോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, അതിലെടുത്തിട്ട് നമ്മളതിൽ എനർജിയാണ് ഞാൻ ഫസ്റ്റിൽ കൊടുക്കുന്നത് കേട്ടോ. എനർജി എന്ന് പറഞ്ഞത് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചിലതൊക്കെ നമ്മൾ പെയ്ഡായിട്ട് ചെയ്യുന്നതാണ്, പക്ഷെ പെയ്ഡ് അല്ലാതെ നമുക്ക് കിട്ടുന്നതാണ് എനർജി പറഞ്ഞിട്ടുള്ളൊരു എഫക്ട്സ്. അത് ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, അതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റ് അതിൽ എഴുതി കൊടുക്കും. ചിലപ്പോൾ നമ്മൾ നെയിം ആവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ അതിൽ നമ്മൾ ഈ ടെക്സ്റ്റിൽ പോയിട്ട് ഈ ബാർലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കണം. പിന്നെ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റൈൽസിലൊക്കെ പോയാൽ നമുക്ക് എന്ത് വേണേലും നമുക്ക് നമ്മുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ടെക്സ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെയൊക്കെ ചെറുതായിട്ടൊന്ന് ഷാഡോ അങ്ങനെയൊക്കെ ചെറുതായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ഓപ്ഷനലാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ അത് വെക്കേണ്ടത് വെച്ചാൽ അവിടെ കൊണ്ടിട്ട് നമുക്കത് സെറ്റാക്കാം. പിന്നെ അതിൽ ഞാൻ ആനിമേഷൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് താഴെ ഭാഗത്തായിട്ട് ആനിമേഷൻസ് കിട്ടും. ഇതിൽ നമുക്ക് പെയ്ഡ് അല്ലാത്തത് ഒരുപാടുണ്ട് അടിപൊളിയായിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഫോട്ടോയിൽ ടെക്സ്റ്റ് കൊടുത്ത പോലെ തന്നെ നമുക്ക് ഇതിൽ എത്ര ഫോട്ടോയാണോ കൊടുക്കുന്നത് അതിലേക്ക് നമ്മളുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഓരോ ഫോട്ടോയിലും ഓരോ ടെക്സ്റ്റ് വീതം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചെയ്ത് വെച്ചിട്ടുള്ള ഈ എല്ലാ സംഭവങ്ങളില്ലേ, അതൊന്ന് ഫുള്ളായിട്ട് ആ ഒരു വീഡിയോൻ്റെ എൻഡിലെത്തുന്ന വരെ നമ്മളത് നീട്ടി വെച്ച് കൊടുത്താൽ ഈ 3-4 പിക്കിലും നമ്മൾ ഫസ്റ്റ് പിക്കിൽ എഡിറ്റ് ചെയ്ത് വെച്ച പോലെ ഷേക്ക് അതുപോലെ തന്നെ എനർജി ഇതൊക്കെ നമുക്ക് ഈ ഒരു 3 ഫോട്ടോയിലും കിട്ടും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് അടിപൊളി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോൻ്റെ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ജെമിനി പോയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ക് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു സോങ്ങിൻ്റെ ആ ഒരു ട്രാൻസിഷൻ തുടങ്ങുന്ന ഭാഗം വരെ നിങ്ങൾ ആ ഒരു ഫോട്ടോ മാത്രം കൊടുക്കുക. പിന്നീട് അങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോസ് ഷെയ്ക്കും അതുപോലെ എനർജി ഒക്കെ ആഡ് ആക്കിയിട്ട് എഡിറ്റ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ 4K HD ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിക്ക് സേവ് ആക്കാൻ വേണ്ടി എക്സ്പോർട്ടിൽ നോക്കിയിട്ട് ഞാൻ ഈ കൊടുത്ത മെഷർമെൻറ്റ്സ് ഒക്കെ അതേപോലെ കൊടുത്തിട്ട് നിങ്ങളുടെ ഗാലറിക്ക് ഇത് സേവ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് അടിപൊളി ക്ലിയർലി തന്നെ നിങ്ങൾക്ക് റീലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ എന്തായാലും മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.